ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. നാദാപുരത്തും സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി CPI-യിൽ തർക്കം. പി വസന്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ നാദാപുരം മണ്ഡലത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. CPI സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും പോസ്റ്ററുകളുണ്ട്. നൂലിൽ കെട്ടിയിറക്കുന്ന വസന്തം വേണ്ടെന്നാണ് പോസ്റ്ററിലുള്ളത്. VS രഞ്ജിത്തുണ്ട്. VS രഞ്ജിത്ത്, ഇപ്പോൾ കോൺഗ്രസ് ഏറെക്കുറെ അവരുടെ പ്രധാന മണ്ഡലങ്ങളിലേക്കൊക്കെ സ്ഥാനാർത്ഥികളെ പരിഗണിച്ച് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ നാദാപുരം പോലുള്ള മണ്ഡലത്തിൽ CPI-ക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയാത്ത സാഹചര്യമാണോ അവിടെയുള്ളത്? എന്താണ് CPI-ക്കുള്ളിലെ ഒരു തർക്കം നാദാപുരം സീറ്റിനെ ചൊല്ലി? VS രഞ്ജിത്ത്. ഡോക്ടർ അരുൺകുമാർ, കോഴിക്കോട് ജില്ലയിൽ CPI-ക്കുള്ള ഏക സീറ്റാണ് നാദാപുരം എന്ന് പറയുന്നത്. അവിടെ പല പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. ഈ വസന്തത്തിന്റെ പേരും ഉയർന്നു കേട്ടിരുന്നു. ഒപ്പം കോഴിക്കോട് CPI-യുടെ ജില്ലാ സെക്രട്ടറി ഗവാസിന്റെ പേര്, അഡ്വക്കേറ്റ് ഗവാസിന്റെ പേരും ഉയർന്നു കേട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ CPI-യുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമായിട്ടുള്ളത് വസന്തത്തിന്റെ പേരാണ്. അങ്ങനെ വസന്തത്തിന്റെ പേര് ഇന്നലെ പ്രഖ്യാപിച്ച് ഇന്നലെ രാത്രി തന്നെ അതിന്റെ മുറുമുറുപ്പുകൾ നാദാപുരത്ത് തുടങ്ങിയെന്നുള്ളതാണ്. വസന്തത്തിനെതിരെ വലിയ പോസ്റ്ററുകൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അത് ആ മണ്ഡലത്തിന്റെ പല ഭാഗത്തുണ്ട്. അങ്ങനെ നൂലിൽ കെട്ടിയ ഒരു സ്ഥാനാർത്ഥിയെ നാദാപുരത്ത് ഇറക്കേണ്ടതില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രതിഷേധ ശബ്ദമായി ഉയരുന്നത്. ആ മണ്ഡലത്തിലുള്ള അല്ലെങ്കിൽ കോഴിക്കോട്ടുകാരനായ സ്ഥാനാർത്ഥികൾ മതി എന്ന അർത്ഥത്തിലുള്ള പ്രതിഷേധങ്ങൾ ആ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് CPM-ന്റെ സ്ഥാനാർത്ഥികളെ ഈ കോഴിക്കോട് ജില്ലയിൽ അവർ നേരത്തെ തന്നെ തീരുമാനിക്കുകയും എന്നാൽ അവിടുത്തെ ഘടകകക്ഷികളിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. നമ്മൾ RJD-യിലെ പ്രശ്നം നേരത്തെ പറഞ്ഞു, NCP-യിലെ പ്രശ്നം ഇന്നലെ പറഞ്ഞു. ഇന്നിപ്പോഴിതാ CPI-യിലും നാദാപുരത്ത് CPI-യിലും ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിക്കകത്ത് പ്രശ്നങ്ങൾ രൂപപ്പെടുകയാണ്.